ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ചെന്നൈ വരെ ഒന്ന് പോകാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വന്തം പാലക്കാട് ജംഗ്ഷനിലെത്തി ചെന്നൈക്കുള്ള ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിൻ വെയിറ്റ് ചെയ്യാൻ പോകും. ട്രെയിൻ കാത്തിരുന്ന അവസാനം നമ്മുടെ ട്രെയിൻ എത്തിയിട്ടോ. ഒരുപാട് തിരക്കൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ വലിയ തിരക്കൊന്നും ആയില്ല. ട്രെയിൻ കയറിയ ഒരിക്കലും ഞാൻ ഉറങ്ങില്ല ഏട്ടാ എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടൻ കയറിയതും ഒറ്റ ഉറക്കം. പിന്നെ നമുക്ക് തമിഴ്നാട്ടിലത്തെ രണ്ട് ഫ്രണ്ട്സിനും കൂടെ കിട്ടിയിട്ടോ. അവരും വെട്ടിയിട്ട വാഴപ്പിണ്ടി പോലെ കിടന്ന ഒറ്റ ഉറക്കം. എന്നാൽ എല്ലാവരും ഉറങ്ങല് കൊണ്ട് ഞാനും ഒന്ന് കണ്ണ് ചിമ്പിട്ടോ. നല്ല ഉറക്കത്തിൻ്റെ ഇടയിൽ ടപ ദീപാവലിക്ക് പടക്കം പൊട്ടണ പോലുള്ള സൗണ്ട്. ഞാൻ എണീച്ച് നോക്കിയപ്പോൾ ഉണ്ട് രണ്ട് തമിഴ്നാട്ടിലത്തെ അണ്ണന്മാരും കൂടിയിട്ട് അവിടെ കിടന്നൊരു കുത്തി മറയുന്നു. നല്ല അടി. എന്ത് പ്രശ്നവും നമ്മൾ നല്ല ഉറക്കപ്രാന്തിലാണ് നമ്മൾ. നോക്കുമ്പോൾ എന്തോ സീറ്റിൻ്റെ പ്രശ്നം വന്നു. പിന്നെ അവർ നല്ല അടിയും കൂടിയൊക്കെ ഇട്ട് പോലീസൊക്കെ വന്ന് പിന്നെ എല്ലാവരും കൂടി പിടിച്ചു മാറ്റി. ഭയങ്കര അടിയായിരുന്നു കേട്ടോ. കാരണം സാധാരണ ഹിന്ദിക്കാരാണ് ഇങ്ങനെ അടി കൂടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു അടിപൊളി കണ്ടു. ഞാൻ പിന്നെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പാട്ടൊക്കെ വെച്ച് പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഏകദേശം ഒരു പുലർച്ചെ 5 എത്തിയപ്പോൾ നമ്മൾ ചെന്നൈയിൽ കാലുകുത്തിട്ടോ. പിന്നെ പുറത്തേക്കുള്ള വഴിയൊന്നും മനസ്സിലാവണില്ല, ഓർക്കഭ്രാന്തായിട്ട്. പിന്നെ എല്ലാവരും നടക്കല്ലേ, അവർ കൂടെ വെച്ചങ്ങ് പിടിച്ചു. അങ്ങനെ പുറത്തെത്തി. പിന്നെ അടുത്ത സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ചെന്നൈ പാർക്കിലോട്ട് പോയി. ഇവിടുന്ന് ഒരു സ്റ്റേഷൻ കൂടി ട്രെയിൻ കൂടി കയറണം. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല കാഴ്ചകളും രാവിലത്തെയൊക്കെ കണ്ട് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവിടെ ഇപ്പം നല്ല വിശപ്പ്. അവിടുത്തെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞാൻ ഇഡ്ഡലിയും വടയും കഴിച്ചു, കൂട്ടുകാരൻ പൊങ്കലും കഴിച്ചു. അവൻ എന്താണെന്ന് അറിയില്ല, പക്ഷെ അവൻ നല്ല അടി അടിച്ചിരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ അനിയൻ വന്നോണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളൊരു ഓട്ടോറിക്ഷയ്ക്ക് പിടിച്ചു. ഓട്ടോയിൽ പോണ ഫീലൊന്നുമല്ല കേട്ടോ. 8-10 ആൾക്കാരുണ്ട്. ഒരു കാറ് പോകുന്ന ട്രിക്ക് തന്നെ ഇവന്മാരുടെ. പിന്നെ ഞങ്ങൾ റൂമിലൊക്കെ എത്തി റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഇത് ഞങ്ങൾ വരുമ്പോൾ എടുത്ത് ചെറിയൊരു ക്ലിപ്പാണ് കേട്ടോ ട്രെയിൻ വരുന്നതിൻ്റെ. അപ്പോൾ ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് എടുക്കാം കേട്ടോ. കൂടുതൽ വിശേഷങ്ങൾ, കൂടുതൽ കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.